ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ്സ്. നമ്മളിന്ന് മലേഷ്യയിലെ കോലാലംപൂരിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പോകുന്നത് മലേഷ്യയിലെ 90 ദ്വീപുകൾ ചേർന്നിട്ടുള്ള അവരുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ലങ്കാവിയിലോട്ടാണ്. കോലാലംപൂരിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോയത്. ഒരു 1 hour 50 minutes നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 410 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവർ തമ്മിലുള്ളത്. സോ നമ്മൾ അവിടെ ചെന്ന ശേഷം ആദ്യം ചെയ്തത് അവിടെ നിന്നൊരു കാർ റെന്റ് എടുക്കുന്നത്. നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരുപാട് കാറുകൾ ഇങ്ങനെ റെന്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ നമ്മളൊരാളെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാറും എടുത്തു. എന്നിട്ട് നമ്മൾ ലങ്കാവി കാണാനായിട്ട് ആ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ചെന്നിറങ്ങി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതുപോലെ മാപ്പുകളൊക്കെ കാണാം. ലങ്കാവിയുടെ ഒരു വലിയ മാപ്പൊക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ താമസിച്ചത് സാൻഡി ബേ റിസോർട്ടിലായിരുന്നു. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ. നമ്മൾ തന്നെ അവിടെ പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ പല പ്രാവശ്യം എയർപോർട്ട് കണ്ടിട്ടുണ്ട്. കാരണം അത്രയും ചെറിയൊരു ദ്വീപായതുകൊണ്ട് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം അടുത്തടുത്താണ്. അതുകൊണ്ട് നമ്മൾ ഈ എയർപോർട്ടിനെ കുറേ പ്രാവശ്യം കണ്ടു. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഹോട്ടൽ വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ സാൻഡി ബേ റിസോർട്ടിന്. സാൻഡി ബീച്ച് റിസോർട്ട് ആണ് പേര് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ റിസോർട്ടിന്റെ വ്യൂസൊന്നും നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. റിസോർട്ടിന്റെ നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ പിക്ചർ ഞാൻ ആഡ് ചെയ്യാം. റിസോർട്ട് നമ്മളങ്ങനെ റിവ്യൂ ഓരോ സംഭവങ്ങളായിട്ട് എടുത്തില്ല. നല്ല റിസോർട്ടായിരുന്നു. നമ്മൾ എടുത്തത് ട്വിൻ റൂംസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട് അവർക്ക്. നമ്മുടെ റിസോർട്ടിന്റെ തൊട്ട് ബാക്കിലാണ് ബീച്ച് വരുന്നത്. നല്ലൊരു കിടിലം ബീച്ച് ഉണ്ട്. നൈറ്റിൽ അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ നേരെ ഫുഡ് കഴിച്ച് അങ്ങോട്ട് ചെന്നു. റൂമിൽ ബാഗ് വെച്ച ശേഷം നമ്മൾ പുറകിലുള്ള ആ ബീച്ചിലേക്ക് ഇറങ്ങി. നമ്മുടെ റിസോർട്ടിന്റെ ബാക്കിലും ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് കഴിച്ചത്. കാരണം കുറച്ച് സൗത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള ഫുഡ് വേണം എന്നുള്ളതുകൊണ്ട്. എന്നിട്ട് നമ്മൾ പുറകിലോട്ട് പോയി. ഇങ്ങനെ ബീച്ചിൽ കുറേ നേരം നടന്നു. നമ്മൾ നടക്കുന്ന ചിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബീച്ച്. കാരണം ഇങ്ങനെ കക്കിയും സംഭവങ്ങളൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ ബീച്ചൊക്കെ. ഇവിടെ സ്കീ ബൈക്കുകളുണ്ട്. നമ്മൾ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി വൈകുന്നേരം ഇനി സ്കീ ബൈക്കിംഗ് പരിപാടിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ പിറ്റത്തെ ദിവസവും ചെന്നപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് റേറ്റ് ഒക്കെ കുറച്ച് തന്നു. അതുപോലെ ടൈം ഉണ്ടായിരുന്നു. 1 hour നമുക്ക് യൂസ് ചെയ്യാൻ പാടും. അങ്ങനെ ടൈമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് നമ്മൾ പോരുന്നവരെ അത് യൂസ് ചെയ്തായിരുന്നു. കാരണം നമ്മൾ സ്ഥിരം ചെല്ലുന്നതുകൊണ്ട്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് തിരിഞ്ഞു വരുമ്പോൾ ആ കാണുന്ന റെഡാണ് നമ്മുടെ റിസോർട്ട്. ഈ കാണുന്നു, ഇതാണ് നമ്മുടെ റിസോർട്ട്. സാൻഡി ബീച്ച് റിസോർട്ട് എന്നാണ് പേര്. പിന്നെ നമ്മളിവിടെ ചെയ്തൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സ്കീ ബൈക്കാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ ചെയ്തുള്ളൂ. അവിടെ പാരാഗ്ലൈഡിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത് മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. പാരാഗ്ലൈഡിങ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ. ഇതാണ് ഗൈസ് നമ്മളെടുത്ത സ്കീ ബൈക്ക്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ സ്റ്റാഫുകൾ കുറേ പേര് അവിടെ നമ്മൾ ദൂരത്തേക്ക് പോകുമ്പോഴൊക്കെ അവിടെ സ്കീ ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഹെൽപ്പൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് വീഴാൻ പോയാൽ പോലും അവരപ്പോൾ അടുത്തേക്ക് വരും. ഡ്രോണുകൾ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമാണ്. അതുപോലെ നമുക്കൊരു ഏരിയ തന്നിട്ടുണ്ട്. സ്വിം ചെയ്യാനുള്ളൊരു ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്കീ ബൈക്കുകൾക്കുള്ളൊരു ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു. നമുക്കിങ്ങനെ സ്ഥലം അവരിങ്ങനെ കാണിച്ചു തരും. അതുവരെ പോവാട്ടോ, അതിനപ്പുറത്തേക്ക് പോരുതെന്നുകൊണ്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തരും. നമ്മൾ അതിനനുസരിച്ച് പോയാൽ മതി. പക്ഷെ എന്നാലും അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ അവിടം വരെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരേ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മൾ ഏറ്റവും അറ്റം ചെന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ കരയിലൊക്കെ കുത്തുകളെ കാണാനുള്ളൂ. അത്രയും ദൂരത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ഞാനും ഓടിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ചും കൂടി എന്താ പറയുക പുതിയൊരു മോഡൽ സ്കീ ബൈക്കായിരുന്നു. അപ്പം നമ്മളിത് ഓടിച്ചപ്പോൾ അതിലേക്ക് എന്തോ വെയിറ്റ് കുറവോ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊന്ത് അങ്ങനെയൊക്കെ ചെയ്തൊരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുള്ളി ഒന്ന് താഴത്തേക്ക് വീണു. അപ്പം ഞാനാണ് അവിടുന്ന് ഓടിച്ചത്. എൻ്റെ ബാക്കിൽ കയറിയിരിക്കുക ചെയ്തത്. അപ്പോഴേക്കും അവിടുന്ന് ആൾക്കാരൊക്കെ ആ സ്റ്റാഫുകളൊക്കെ വന്നു, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമുക്കിത് കയറാവുന്നതേ ഉള്ളൂ. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ തിരയൊന്നും അത്രയ്ക്ക് ശക്തിയുള്ള തിരയല്ല. എന്നാൽ സ്കീ ബൈക്ക് പോകുന്ന സമയത്ത് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കുള്ളതുമാണ്. ഇവിടെയാണോ ഞങ്ങൾ വീഴുന്നുണ്ടായിരുന്നത്. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ വീണത്. എന്നിട്ട് ഇവിടെ നമ്മൾ കയറി തിരിച്ചു പോയിട്ട് ഇത് മാറ്റിയിട്ട് പഴയ മോഡല് സ്കീ ബൈക്ക് എടുത്തു. അത് കുഴപ്പമുണ്ടായിരുന്നില്ല.
നമ്മൾ ലങ്കാവി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കാമായിട്ട് ശരിക്കും ഇങ്ങനെ ഒരു വെക്കേഷൻ ഫീൽ തന്ന ഒരു സ്ഥലമായിരുന്നു. മറ്റേ കോലാലംപൂർ ഭയങ്കര തിരക്കായിരുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഓടി നടക്കുന്നു അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര കാമായിട്ട് എന്താ പറയുക, ശരിക്കും ഒരു വെക്കേഷൻ മോഡിലേക്ക് വന്നത് ഇവിടെ എത്തിയപ്പോഴാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീ ഐലൻഡ് ആയതുകൊണ്ട് നമ്മൾ കോലാലംപൂരിൽ നിന്ന് മേടിക്കുന്നതിനേക്കാട്ടിലും അല്ലെങ്കിൽ കോലാലംപൂരിനേക്കാട്ടിലും കുറച്ചും കൂടി അഫോർഡബിൾ ആണ് ഇവിടെ സംഭവങ്ങൾ എന്നെനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും ഈ നമ്മുടെ പുറകിലുള്ള ആ ബീച്ചിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആയപ്പോൾ ഇവിടെ വന്നിരിക്കും. അപ്പം നമുക്ക് ഈ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ കുറേ ദൂരം നമുക്ക് നടക്കാൻ പറ്റും. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്ന് കിടക്കാറ്, കാരണം കുറേ ദൂരം ഇങ്ങനെ നടക്കും ബീച്ചിൻ്റെ സൈഡിലൂടെ. ചുമ്മാ ബീച്ചിൽ പോയിരിക്കും, നമുക്ക് നേരം വെളുക്കുന്ന വരെ പോയിരിക്കാം കേട്ടോ ബീച്ചിൽ. നല്ല രസമായിരുന്നു. നമുക്ക് നല്ലൊരു വ്യൂ ഉള്ള റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ എന്താ പറയുക, പ്രോഗ്രാംസ് കാണാനും കിടുമായിരുന്നു. നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലങ്കാവി. നമ്മൾ തിരിച്ച് ചെന്നിട്ട് സ്കീ ബൈക്ക് കൊടുത്ത ശേഷം നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടോ. ഞാനൊരു 5'1" ഹൈറ്റുള്ളത്, അത്രയും ദൂരം എൻ്റെ ഹൈറ്റിനും അല്ല അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റും. ഞാൻ എൻ്റെ ഹൈറ്റ് വരെ പോയുള്ളൂ. നമുക്കിങ്ങനെ വെള്ളത്തിൽ കാല് വെച്ച് ഇങ്ങനെ നടന്നു പോവാം. തിരയൊന്നും അത്രയ്ക്ക് ശക്തിയില്ല. ഭയങ്കര എന്താ പറയുക, നല്ല രസമായിരുന്നു. നിങ്ങൾ മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തായാലും ലങ്കാവിയിൽ പൊക്കോളൂ. ലങ്കാവി മിസ് ചെയ്യരുത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലങ്കാവി തരുന്നുണ്ടായിരിക്കുക. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻജോയ് ദ വീഡിയോ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തുടർന്നും ഞങ്ങൾ ലങ്കാവിയുടെ പോയ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും. വീഡിയോസ് എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗൈസ്.